നമസ്കാരം സുഹൃത്തുക്കളെ. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ അനുകൂലിച്ചുകൊണ്ട് ഒരു ജാഥയോ പ്രകടനമോ നടത്താമെന്ന് വെച്ചാൽ ഇപ്പോൾ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. ഒരു പെൺകുട്ടിയാണ് അതിനെ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് നടു റോഡ് മാത്രമേ കണ്ടുള്ളൂ, എന്തുകൊണ്ടാണ് ഗാന്ധി പാർക്കിൽ അത് നടത്തിക്കൂടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ ഒരു പ്രമുഖ സാമുദായിക സംഘടനയാണ് NSS എന്നത്. ആ NSS നടത്തുന്ന ഒരു പരിപാടി, ഒരു സമര പരിപാടിയെന്നോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പരിപാടിയോ എന്നൊക്കെ പറയാം. അതിനെതിരെയാണ് ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി നിന്നിട്ട് എതിർക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പോലും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു NSS എത്രമാത്രം എതിർപ്പുകൾ ഇന്ന് ഈ കേരളത്തിൽ നേരിടുന്നുണ്ട്, അവരുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായരും നേരിടുന്നുണ്ട് എന്ന് ആ പെൺകുട്ടി വ്യക്തമായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. തനിക്ക് പിന്തുണ കൂടത്തേ ഉള്ളൂ, തൻ്റെ കൂടെ നിൽക്കാനായിരിക്കും ഈ വീഡിയോ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ തൻ്റെ കൂടെ നിൽക്കൂ എന്ന് ആ പെൺകുട്ടിക്ക് ഒരുപക്ഷെ ബോധ്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് അവർ മുതിർന്നത്. നേരെ മറിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ജാഥയായിരുന്നു അല്ലെങ്കിൽ പ്രതിഷേധമായിരുന്നുവെങ്കിൽ അവരൊരു പക്ഷേ ഇത്ര തൻ്റെ അടുത്തോടു കൂടി നിൽക്കുമായിരുന്നു എന്ന് തോന്നുന്നില്ല. ഇത് മാത്രമല്ല, NSS അവരുടെ ഔദ്യോഗിക പേജ് വഴി ഒരു പോസ്റ്റ് ഇട്ടാൽ, അതായത് ജനറൽ സെക്രട്ടറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ കമൻറ്റ് ബോക്സ് പൂട്ടേണ്ട അവസ്ഥയാണ്. കാരണം ഈ സമുദായ അംഗങ്ങൾ തന്നെ അതിൻ്റെ താഴെ വന്നിട്ട് ഊട്ടുപാടെ തെറി വിളിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ആദ്യ കമൻറ്റ് വീഴുമ്പോൾ തന്നെ അവർക്ക് കമൻറ്റ് ബോക്സ് പൂട്ടി വെച്ചിട്ടിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഒരു സാമുദായിക സംഘടനയും നേതാവും പോയത് എന്നത് കേരളം ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഇത്തരം ഒരു മോശപ്പെട്ട അവസ്ഥയിലല്ല SNDPയും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം ഒന്നുമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിനെ വെറുപ്പിച്ചുകൊണ്ടാണെങ്കിലും ആഞ്ഞടിക്കാറുണ്ട്. അദ്ദേഹം ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാറുണ്ട്. തങ്ങളടക്കമുള്ള ഹൈന്ദവ സംഘടനകളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുന്നുണ്ട്, തങ്ങൾക്ക് കൊടുക്കാതെ അനാവശ്യമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കോരി കൊടുക്കാറുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആഞ്ഞടിക്കാറുണ്ട്. അദ്ദേഹത്തെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് മുസ്ലിം ലീഗും മറ്റുമൊക്കെ. മുസ്ലിം ലീഗുകാരും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുമ്പോൾ അത് ആ വിവരം പുറത്തറിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാണക്കാട് തങ്ങളുടെ കോലം കത്തിച്ചുകൊണ്ടാണ് SNDPക്ക് തിരിച്ചടിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇപ്പോൾ ഈഴവരുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഈ ഓട്ടോറിക്ഷ പോലെ പെട്ടെന്ന് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടത്തോട്ട് തിരിയുന്ന സ്വഭാവമുണ്ട് അദ്ദേഹത്തിന്. ഇന്ന് പറയുന്ന നാളെ തിരുത്തി പറയും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് എതിർപ്പുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിനെതിരെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആക്രമണമോ അല്ലെങ്കിൽ SNDPയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നോ മറ്റോ വന്നാൽ അത് ശക്തമായി അവർ തിരിച്ചടിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി എന്തെങ്കിലും പറയാൻ ആ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അതായത് കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും കരയോഗവും മാത്രമേ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അദ്ദേഹത്തിനെതിരെ അവർ പ്രതികരിക്കുന്നതാണ് കാണുന്നത്. മാത്രമല്ല, ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം നടത്തുന്ന ചില പ്രസ്താവനകൾ, ചില പരാമർശങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ മാനസിക സ്ഥിതിയെ പറ്റി വരെ ആളുകൾക്ക് സംശയമുണ്ടാകുന്ന തരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയാണെന്ന് ഞാൻ നോക്കിയപ്പോൾ 85 വയസ്സായി. പ്രായത്തിൻ്റെതായിട്ടുള്ള ചില അസ്ഥിതകളൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കൂടെ ഇപ്പോൾ കടന്നു വരുന്നു എന്നത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് പാർലമെൻറ്റ് എങ്ങനെയാണോ, അതായത് പരിഭാവനമായിട്ടൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെൻറ്റ് എങ്ങനെയാണോ അതുപോലെയാണ് NSSൻ്റെ യോഗം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിനെ NSSകാർ തന്നെ കളിയാക്കിയാണ്. അപ്പോൾ NSS ഇരിക്കുന്ന പെരുന്ന ആസ്ഥാനത്ത് അതൊരു പാർലമെൻ്റ് ആണെങ്കിൽ ഈ മനുഷ്യൻ അവിടുത്തെ പ്രധാനമന്ത്രിയാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുറേ കാലം മുമ്പ് ക്രിസ്ത്യാനികൾക്ക് മാർപ്പാപ്പ അഥവാ പോപ്പ് എങ്ങനെയാണോ അതുപോലെയാണ് നായന്മാരുടെ പോപ്പാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. അന്നു മുതൽ അദ്ദേഹത്തിനെ പോപ്പെന്ന് വിളിച്ചാണ് കളിയാക്കുന്നത്. ഇതാ ഇപ്പോൾ NSS ആസ്ഥാനം പാർലമെൻറ്റാണ് എന്ന് പറയുക വഴി അടുത്ത ട്രോളിനുള്ള വക കൂടി അദ്ദേഹം ട്രോളർമാർക്ക് ഇട്ടു കൊടുത്തിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കിയപ്പോൾ 85 വയസ്സ്. ഇതാ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് അധികാരമേറ്റത്. അതിൻ്റെ കാലാവധി 4-5 വർഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും 90 വയസ്സ് വരെ അദ്ദേഹം വീണ്ടും പോകുന്നു. വീണ്ടും ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടർന്നു. അങ്ങനെ മരണം വരെ
തുടരാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ജനാധിപത്യ രാജ്യത്ത് ഏത് സംഘടനയാണെങ്കിലും അത് ഏത് നിയമം വഴി അത് രജിസ്റ്റർ ചെയ്താണെങ്കിലും കമ്പനിയായിട്ടാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരാൾ അതിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ളൊരു സംഗതിയല്ല. അതേ തുടർന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും മറ്റുമൊക്കെ നരസിംഹറാവുവിനെതിരെയും പിണറായി വിജയനെതിരെയൊക്കെ കട്ടയ്ക്ക് ഞാൻ മല്ലിട്ട് നിന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമൊന്നുമില്ല, അത് വ്യക്തമാണ്. അതിൻ്റെ ഒരു ഇച്ഛാഭംഗം അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം കൊണ്ട് സാധിച്ചെടുത്ത ഒരു കാര്യം രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രി ആക്കുക എന്നതായിരുന്നു. ആ സ്ഥാനത്ത് നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റിയിട്ടാണ് ചെയ്തത് എന്ന് ഓർക്കണം. അതായത് താക്കോൽ സ്ഥാനത്ത് ഒരു നായർ തന്നെ വരികയും വേണം, മാത്രമല്ല ആ നായർക്ക് NSSനോട് അടുപ്പമുള്ള ആളായിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാശിയെ തുടർന്നാണ് ഈ തിരുവഞ്ചൂരിനെ മാറ്റി പകരം ചെന്നിത്തലയെ കൊണ്ടുവന്നത്. അത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലായിരുന്നു. പക്ഷേ അതിനുശേഷം 2 തവണ പിണറായി വിജയൻ ഭരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഫോൺ വിളിച്ചാൽ ഒരുപക്ഷെ പിണറായി എടുക്കും, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കും. പക്ഷേ അത് അദ്ദേഹം ചെയ്യണമെന്നില്ല, ചെയ്തിട്ടുമില്ല. അതിനുശേഷം ഇതാ VD സതീശൻ വന്നപ്പോൾ കാണാൻ പോലുമുള്ള അനുമതി അദ്ദേഹത്തിന് കൊടുത്തില്ല. അതേസമയം തന്നെ ശശികല ടീച്ചറെയും ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവിനെയൊക്കെ കാണാൻ അദ്ദേഹം സമയം കണ്ടെത്തുകയും ചെയ്തു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണെന്ന് തോന്നുന്നു സുകുമാരൻ നായരുടെ. തനിക്ക് സ്വാധീനമുണ്ടായിരുന്ന ഒരു കേരള രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ അങ്ങനെയല്ല. തനിക്ക് ഇവരാരും യാതൊരു വിലയും തരുന്നില്ല, തൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല, തന്നെ കാണാൻ പോലും ആരും കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് കുതിര കയറാൻ പറ്റുന്നത് സംഘികളുടെ മണ്ടയ്ക്കാണ്, അഥവാ BJPക്ക് മേലാണെന്ന് കണ്ടപ്പോഴാണ് ഈ അടുത്ത കാലത്തായിട്ട് ചില പരാമർശങ്ങളൊക്കെ വരുന്നത്. അതിനെ തുടർന്ന് ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു, പാർലമെൻറ്റ് പോലെയാണ് NSS ആസ്ഥാനം എന്ന് പറയുമ്പോൾ ട്രോളന്മാർക്ക് ചാകരയാണ് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ.